അത്ഭുതാവഹമായ ഈ കഥ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളും ഏറെ ആശ്ചര്യത്തിലാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ബധിരയും മൂകയുമായ ഒരു അമ്മൂമ്മ പ്രസവിച്ചുണ്ടായ ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഏറെ വിസ്മയിപ്പിക്കുന്നത്. എന്നോട് ഇവിടുത്തെ അമ്മ പറഞ്ഞിരിക്കുന്നത്, പണ്ട് ഇതൊരു മനയാന്ന് വിചാരിച്ച് കുറച്ച് ബ്രാഹ്മണര് കാശിക്ക് പോകുന്ന വഴിക്ക് ഇതൊരു വീട് മനയാന്ന് വിചാരിച്ച് ഈ വീട്ടിൽ കയറി കിണ്ടിയും വെള്ളമൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവര് വന്നവര് ആ വെള്ളം കിണ്ടി വഴി വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗർഭിണിയായ സ്ത്രീ വന്നു. അപ്പോഴാണ് അവർ ഭയങ്കര ചൂട് കാലത്തായിരുന്നു. ചൂട് ഇങ്ങനെ അവരുടെ പിന്നെ മാറത്തിട്ട ഇതുകൊണ്ട് വീശിക്കൊണ്ടിരുന്ന പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് പറ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതിലാണ് മുറയോത്ത് ഭാരത വേലപ്പണിക്കർ എന്ന് പറഞ്ഞ് ഒരു എഴുത്തും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് മനയല്ല, പകരം വേറൊരു അന്യജാതിക്കാരുടെ വീടാന്ന്. അപ്പോൾ ആ ഗർഭിണിയായ സ്ത്രീ എന്തുകൊണ്ട് ഈ കാര്യം അവരോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, താഴ്ന്ന ജാതിക്കാരുടെ വീടാന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് സംസാരിക്കാൻ വയ്യാത്തൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണർ ഇവരെ ശപിക്കുകയാണ്, നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞ് 3 കല്ലായി മാറട്ടെ എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആ പെൺകുട്ടിയുടെ ആ വീട്ടുകാർ ചെണ്ടമേളക്കാരൊക്കെയാണ്. അപ്പോൾ അവർ ആ മേളം നടന്നിട്ടിരുന്നപ്പോൾ അവർക്ക് കൊട്ട് പിഴച്ചപ്പോൾ അവർ ഓടി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംഭവങ്ങൾ അറിഞ്ഞത്. അപ്പോൾ വേഗം അവർ ഇവിടെ അടുത്ത് ഒരു കണ്ണൂസ് മനയെന്നൊരു മനയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ വയ്യാത്ത ആളാണെന്നും ആ ഇട്ട ശാപം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇട്ട ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല, ആ സ്ത്രീ പ്രസവിക്കുന്ന കല്ല് 3 കല്ലാണ്. അതൊന്ന് നിങ്ങൾക്ക് പരദേവതയായിട്ട് ഇവിടെ വെച്ച് പൂജിക്കാം, 2 കല്ല് പറന്ന് ഒന്ന് ഇലവിഴ പൂഞ്ചിറയിലും ഒന്ന് ഇല്ലിക്കൽ കല്ലിലും പോയി വീഴുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ആ കല്ലിനെ വെച്ച് ആരാധിച്ച് അന്നത്തെ ഇതിൽ ഒരു ദുർഗയായിട്ടാണ് പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം വർഷങ്ങൾ 2000-ലാണ് ഇവിടുത്തെ അച്ഛൻ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ദേവപ്രശ്നം വെച്ചപ്പോൾ ദുർഗയ്ക്ക് പകരം ഭദ്രകാളിയുടെ സാന്നിധ്യം കാണുകയും ഭദ്രകാളി പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്യും. ഏറെ ആശ്ചര്യമുണ്ടാക്കുന്ന ഒന്ന്, ഇവിടെയുള്ള ഈ ദേവി ഈ കുടുംബാംഗങ്ങൾക്ക് സഹോദര തുല്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഒരു അമ്മൂമ്മ, അവർ ബധിരയും മൂകയുമാണ് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾക്ക് മുൻപിൽ. ഐതിഹ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ട അറിവാണല്ലോ എനിക്കുള്ളത്. വളരെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു അമ്മൂമ്മ, ഞങ്ങളുടെ ഒരു അമ്മൂമ്മ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ചേട്ടനൊക്കെ അവരെ ആ ദേവിയെ സഹോദരി തുല്യമായിട്ടാണ് കാണുന്നത്. ഐതിഹ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസവിച്ചുണ്ടായതാണ്. 3 കല്ലുകളായിട്ട് പ്രസവിച്ചു ഒരു അമ്മൂമ്മ എന്നാണ് പറയുന്നത്. സംസാരിക്കാത്തൊരു അമ്മൂമ്മ പ്രഗ്നൻ്റായിട്ട് അത് പ്രസവിച്ച് കുട്ടികളാണ് 3 കല്ലുകളായിട്ട് ഉണ്ടായത്. ഒരെണ്ണം ഇല്ലിക്ക കല്ലിലും, ഒരെണ്ണം ഇലവീഴ പൂഞ്ചിറ, ഒരെണ്ണം ആനക്കുഴിക്കാട്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഏതോ ഒരു ബ്രാഹ്മണൻ്റെ ശാപമായിട്ട് ആണ് ഇങ്ങനെ കല്ലായിട്ട് പ്രസവിച്ചതെന്നാണ് പറയാം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഈ അമ്മൂമ്മ സംസാരശേഷി ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് ഇവർ സാക്ഷ്യം. മുറയൂത്ത് ഭാരത വേലപ്പണിക്കർ എന്നാൽ ആഭിചാരദോഷങ്ങൾ കൊട്ടിപ്പാടി അകറ്റുന്നവർ എന്നുള്ളതാണ്. ഇവർക്കുമേൽ പണ്ടുകാലങ്ങളിൽ ഐത്തം കൽപ്പിക്കപ്പെട്ടിരുന്നു. മുറയൂത്ത് ഭാരത വേലപ്പണിക്കരാണ്. നമ്മളിങ്ങനെ ആഭിചാരദോഷമൊക്കെ പാടി മാറ്റുന്നവരാണ്. അപ്പോൾ പറ കൊട്ടിപ്പാടുന്നവർ. അപ്പോൾ ആ പറ ഇങ്ങനെ ഉത്തരത്തിലിരുന്നു. അപ്പോൾ ഈ ചൂട് കൊണ്ട് വന്ന ബ്രാഹ്മണ് ഈ തോളം കൊണ്ടെടുത്ത് വീശിപ്പോൾ പറയിൽ മുട്ടിയത്. അപ്പോഴാണ് ഈ മുറയൂത്ത് ഭാരത വേലപ്പണിക്കറിന് എഴുതി വെച്ചിരിക്കുന്നത് ഇവർ കാണാനിടയായി. അയ്യോ, പിന്നെ അയിത്തായല്ലോ. അപ്പോഴാണ് ഈ അമ്മമ്മയുടെ എന്താ സ്ത്രീ നീ ഇത് പറയാതിരുന്നത്, ഇന്നവരാണെന്നോ, ഇവർ സംസാരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഒരു ശബ്ദിക്കാനിടയായത്. ഐതിഹ്യപ്രകാരം ഇവരുടെ കുടുംബത്തിൽ അതിഥികളായെത്തിയ ബ്രാഹ്മണർ
ചൂട് മൂലം വിശറി ഉപയോഗിച്ച് വീശുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് ബ്രാഹ്മണർ മനസ്സിലാക്കുന്നു. അവർ കോപാകുലരാകുന്നു. താഴ്ന്ന ജാതിക്കാരാണ് എന്നറിയാതെ ജലപാനം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആ സ്ത്രീയെ അവർ ശപിക്കുകയാണുണ്ടായത്. അതായത് ഒരു കൂട്ടം ബ്രാഹ്മണർ ഇതുവഴി സഞ്ചരിക്കേണ്ടായി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരികയും അവിടെ വെച്ച് അവർക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. ആ സമയത്താണ് അവരിങ്ങനെ മുകളിലെന്തോ എഴുതി കണ്ടിരുന്നത് വേലന്മാരാണെന്നും പിന്നെ അങ്ങനെ ആ സ്ത്രീക്ക് ശാപം കിട്ടിയെന്നും പിന്നെ അപ്പോൾ പിന്നെ നമ്മുടെ കാരണവന്മാർ ആ ബ്രാഹ്മണന്മാരുടെ അടുത്ത് ചെല്ലുകയും ശാപമോക്ഷത്തിന് വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ശാപം എന്തായാലും തിരിച്ചെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നത് 3 കല്ലായി മാറും. അതിലൊന്നാണ് ഞങ്ങളുടെ പരദേവതയായി ആനക്കുഴിക്കാട്ട് ദേവി. പിന്നെ 2 കല്ലുകൾ ഒന്ന് ഇലവിഴ പൂഞ്ചിറയിലും ഒന്ന് ഇല്ലിക്കക്കല്ലായിട്ട് പോയി ചേർന്നു എന്നാണ്. ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയുന്നത് പോലെ ക്രൂദ്ധരായ ബ്രാഹ്മണരുടെ ശാപം ഇവരുടെ കുടുംബത്തിന് ഒരു ക്ഷേത്രവും ദേവിയെയുമൊക്കെ സമ്മാനിച്ചു. ഇവർ ഇന്ന് ഏറെ സന്തോഷിക്കുന്നു. ഇവിടെ പെറ്റു പറന്നുണ്ടായ ദേവിയാണെന്നാണ് പറയുന്നത്. ആ ദേവി ആണ് ഇവിടെ ഇരുത്തിയേക്കുന്നത്. പിന്നെ അന്നു മുതൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ആയി നല്ല രീതിയിൽ കൂടെ എല്ലാം വന്ന് അസുഖങ്ങൾ വന്നാലും നമ്മളിവിടെ പ്രാർത്ഥിച്ച് മാറാറുണ്ട്. അനുഗ്രഹദായകയായ ഈ ദേവിക്ക് മുൻപിൽ എന്താവശ്യപ്പെട്ടാലും അപ്പോൾ തന്നെ ലഭിക്കും എന്നുള്ളത് ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് നാട്ടിലൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു വാർത്തയായി അറിയപ്പെടുന്നു. ഈ ദേവി കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയിരിക്കുന്നു. എന്തുതന്നെ ആവശ്യപ്പെട്ടാലും ദേവി അത് സാധ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇവിടെ പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക് അതെൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് 2-3 പേരെ പരിചയമുണ്ട്. അവർക്ക് വീട് വെക്കാൻ സ്ഥാനം നോക്കിയപ്പോൾ പിന്നെ ആ സ്ഥാനം ശരിയല്ലെന്ന് പറയുകയും പിന്നെ അവർക്കുള്ള കുട്ടിക്ക് പിന്നെ ദോഷമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് ആ സ്ഥാനം നോക്കിയ ആൾ പറഞ്ഞു ഇവിടെ ദേവീനെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് പ്രാർത്ഥനയായിരുന്നു, എന്നാൽ ദേവിയുടെ പ്രാർത്ഥന വന്ന് അതേപോലെ തന്നെ ആ കുട്ടിക്ക് അസുഖം വരികയും ചെയ്തു. പക്ഷേ ഇങ്ങനെ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജായി. പക്ഷെ കുട്ടി രക്ഷപ്പെട്ടു. അവരുടെ വീടിൻ്റെ പണിയും പൂർത്തിയായി. അല്ലാതെ ദേവിയുടെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാനും കരുതുന്നു, അവരും വിശ്വസിക്കുന്നു. എല്ലാവരും പറയാം ഭദ്രകാളിയാണ് അടുത്ത താമസം നമ്മൾ പേടിക്കണം. എനിക്ക് അങ്ങനെ അനുഭവം ഇന്ന് വരെ ദേവിയുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ ദേവീനെ തൊഴുതിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. അത് അവിടെ ചെന്ന് ദേവിയുടെ പിന്നെ ദേവിയുടെ പ്രസാദമായി കഴിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം തന്നെ ആരംഭിക്കുന്നത് തന്നെ. പിന്നെ എനിക്ക് വലിയൊരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് 13ാമത്തെ വർഷമാണ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, പൊങ്കാലയിടും, ദേവിക്കുള്ള വഴിപാടുകളെല്ലാം നടത്തും. അതെല്ലാം ചെയ്യുന്നതും എൻ്റെ മനസ്സിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് തന്നെ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാനുള്ള എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി ഇവിടെ ജീവിക്കുന്നതാണ്. എനിക്ക് അത് തന്നെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി എനിക്കിവിടെ താമസിക്കാൻ സാധിക്കണേ ഭഗവതി എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. എനിക്ക് കുട്ടിയില്ലാത്തപ്പോൾ എനിക്ക് സർവ്വ ഐശ്വര്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 13ാമത്തെ വർഷമാണ് എനിക്ക് കുഞ്ഞാവുണ്ടായത്. വളരെയേറെ പ്രാർത്ഥനകളും ഒത്തിരി മരുന്നുകളും എല്ലാം കഴിച്ചിരുന്നു. എങ്കിൽ കൂടി ഭഗവതിയുടെ വലിയൊരു കടാക്ഷം തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഇനിയിപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ ഒരു ഞങ്ങളുടെ കാര്യം കേട്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. അവർക്കെല്ലാം അത് അനുഗ്രഹം കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഈ ക്ഷേത്രത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത വടക്കോട്ട് ദർശനമായ ഭദ്രകാളിയാണ്. ഉഗ്രമൂർത്തി വടക്കോട്ട് ദർശനമായ ഭദ്രകാളിയാണ്. അതാണ് ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. പുറമേ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് പറയുകയും അമ്പലം ഓരോ ദിവസം നിന്നോരോ ആളുകൾ കൂടി വരികയും ഇതിനെപ്പറ്റി ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. വന്ന ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരിക്കുക. അതേപോലെ വാമ്പലും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് മനം നിന്ന് പ്രാർത്ഥിച്ച് ഏത് കാര്യം നടക്കുന്നതാണ് വിശ്വാസം. നമ്മൾ മനസ്സ് അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുമെന്നാണ് പറയുന്നത്. വടക്കുഭാഗത്തേക്ക് ദർശനമുള്ള ഏക ക്ഷേത്രം ഇവരുടെ കുടുംബക്ഷേത്രമാണ് എന്നും ഇവർ അവകാശപ്പെടുന്നു. ഇവിടെ നടക്കുന്ന പൊങ്കാലയും തുടർന്നുള്ള പ്രാർത്ഥനാ രീതികളും ശേഷം ഇവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളും ഈ കുടുംബാംഗങ്ങൾ തന്നെ ഞങ്ങളോട് വിശദീകരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ശരിക്കും ഇത് എന്താണെന്നുകൂടെ എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് കുട്ടികളുണ്ടായി. ഇവിടെ ഒന്ന് പൊങ്കാലയിട്ട്
വഴിപാടുകൾ കഴിച്ച് അന്നേരമൊക്കെ ഞാൻ ഭഗവതിയിൽ പറയും, ഞാൻ പറഞ്ഞത് നിങ്ങൾ കട്ടായിക്കാണ്, എന്താ എനിക്ക് അറിഞ്ഞൂടാ. ആ ഭഗവതി നാട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തു, എനിക്ക് തരാണ്ട് അവർക്ക് ആർക്കും കൊടുത്തിട്ടൊരു കാര്യമില്ല. ഞാനല്ലേ ഭഗവതിയുടെ സ്വന്തം മുഴട്ട് അടുത്ത് തന്നെ ഇരിക്കുന്നത്, എനിക്ക് തരാതെ എന്താണ് ഈ കാണിക്കുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം ദൈവോട് ചോദിച്ചിട്ട് അറിയാമോ. അങ്ങനെയൊക്കെ ഞാൻ അതൊരു ഒരു സ്ത്രീയുടെ കുശുമ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പോലും ദൈവോട് ചോദിച്ചിട്ടുണ്ട്. എന്നാലും എന്ത് വേനുവേ എനിക്ക് പറയാൻ കിട്ടി. കൊള്ളിത്തേര് എന്നിവർ വിളിക്കുന്ന അഗ്നിഗോളം പോലെയുള്ള എന്തോ ഒന്ന് ഇവരുടെ വീടിനോട് ചേർന്ന് മിന്നൽ പിണർ പോലെ പോകുന്നതായി പലരും കണ്ടതായും ഇവർ സാക്ഷ്യപ്പെടുത്തും. ഈ അമ്പലത്തിൽ നിന്നൊരു ഒരു കൊള്ളിത്തേരെന്നും പറഞ്ഞൊരു സങ്കല്പം ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഞങ്ങളുടെ ഈ വശത്തൂടെ ഇങ്ങനെ പോയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കാഴ്ചയിൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീ രൂപം അഗ്നിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോണതായിട്ട്, ആ വശത്ത് തന്നെ കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞോട്ടേക്ക് പോകുന്നതായിട്ട്. അപ്പം അത് ഈ അമ്പലത്തിലെ ദേവിയുടെ ഒരു ചൈതന്യം എന്നാണ് പറഞ്ഞ് കേട്ടേക്കണത്. ചെറുപ്പത്തിൽ ഞാൻ രാത്രി കിടക്കുന്ന നേരത്തൊക്കെ അന്നൊക്കെ എന്താ പറയുക ഭയങ്കര പേടിയായി. ഇതേമാതിരിയുള്ള അന്ന് ആകെ പാടവും നല്ല ഇതൊക്കെയാണ്. അപ്പോൾ പാടത്തേക്കണം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ താവം ജില്ല കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇതേമാതിരി ഒരു സന്ധ്യ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ, അന്ന് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല ആ കാലത്ത്. ഈ പാടത്തിന് നടക്കാൻ ഇങ്ങനെ ഒരു മണികരി അടിച്ചുകൊണ്ട് കാലച്ച കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുമുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അന്ന് നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ട് വന്നത്. അവർ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഇവിടെ ഈ ഒരു തീവളം ഇങ്ങനെ പടിഞ്ഞാറ് കിഴക്കും പടിഞ്ഞാറായിട്ട് അമ്പലത്തിലേക്ക് തീവളം വരും എന്നതായിട്ട് പറഞ്ഞ് കേൾവിയുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് മണിയടി ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ വരുന്നത്. അന്ന് നമ്മളൊക്കെ പേടിച്ച് വീട്ടിൽ കയറി ഇരുന്നിട്ടുമുണ്ട്. പതിവ് പോലെ വിസ്മയമുണർത്തുന്ന ഏറെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുൻപിൽ നൽകി ഞങ്ങൾ യാത്രയാവുകയാണ്.